ഒരിക്കൽ ഒരു സദസ്സിൽ സ്വഹാബിമാരും നബിയും കൂടിയിരിക്കുകയായിരുന്നു. ആ സദസ്സിന്റെ ഇടയിൽ കൂടി ഒരു യാചകൻ കേറി വന്നു. നബിയേ, എനിക്ക് വല്ലതും തരണേ. നീ എന്തിനു യാചിക്കുന്നു? നിന്റെ വീട്ടിൽ ഒന്നുമില്ല. ഇല്ല, എന്നാലും എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമല്ലോ. ആ, ഒരു വെള്ളിപ്പാത്രവും പുതപ്പുമുണ്ട്. എന്നാൽ അത് എടുത്തുകൊണ്ടുവരൂ. എന്നിട്ട് ആ യാചകൻ ആ വെള്ളിപ്പാത്രവും പുതപ്പും നബിയെ കാണിച്ചു. നബി ചോദിച്ചു, ഇതാരാണ് വിലക്ക് വാങ്ങുന്നത്? ഒരു സ്വഹാബിക്കായി പൊട്ടി. നബിയെ, ഞാൻ ഇത് 2 ദിർഹത്തിന് വാങ്ങാം. നബി സമ്മതിച്ചു. എന്നിട്ട് ആ 2 ദിർഹം ആ യാചകന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നീ 1 ദിർഹം വെച്ച് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുക. മറ്റേ ദിർഹം വെച്ച് നീ ഒരു മഴു വാങ്ങി കാട്ടിൽ പോയി മരം വെട്ടി ജീവിക്കുക. 2 ആഴ്ചകൾക്ക് ശേഷം നബിയും ആ യാചകനും കണ്ടു. അപ്പോൾ ആ യാചകന്റെ കയ്യിൽ 10 ദിർഹം ഉണ്ടായിരുന്നു. എന്നിട്ടും നബി പറഞ്ഞു, ഇതുകൊണ്ട് നീ ഒരു വെള്ളിപ്പാത്രവും പുതപ്പും വാങ്ങുക. ബാക്കി വരുന്ന ദിർഹം വെച്ച് നീ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുക. യാചകനിൽ നിന്ന് മോചനം കിട്ടിയ അദ്ദേഹം സന്തോഷത്തോടെ വീട്ടിൽ പോയി. അസ്സലാമു അലൈക്കും.